ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് രാവിലെ ഉണ്ടല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോയിക്കണ്. കുറച്ചടുത്തേ പോയിട്ടുള്ളൂ. എന്നെയും വിളിച്ചതാണ്, ഞാൻ പോയിട്ടില്ല. കാരണം രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാനുണ്ടല്ലോ എനിക്ക് ഭയങ്കര മടിയാണ്. കുറച്ച് ദിവസം മുന്നേ കുറേ വട്ടം ഞാൻ പച്ചവെള്ളത്തിൽ രാവിലെ എണീറ്റ് കുളിക്കും കേട്ടോ. ഇപ്പം എന്താ അറിയില്ല, പച്ചവെള്ളത്തിൽ രാവിലെ കുളിക്കാൻ തോന്നിയില്ല. എന്നിട്ട് എന്നെ വിളിച്ചാണ്, ഞാൻ പോയിട്ടില്ല. അമ്മയ്ക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ആരും വരട്ടെ കേട്ടോ, വരുമ്പോൾ പായസം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കണേ. അമ്പലത്തിൽ നിന്നിട്ട് പ്രസാദം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കണേ. പായസമാണ് പ്രസാദം കൊണ്ടുവരുമെന്ന് പറഞ്ഞേക്കണേ. എന്തായാലും അവർ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ജിമ്മി ഇന്നലെ എവിടെയോ പോയിട്ട് വന്നാ കേട്ടോ. എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോണ്ടല്ലോ ജിമ്മിന്റെ കണ്ണിന്റെ ഈ ഭാഗത്തായിട്ട് 2 കറുപ്പ് കളർ. ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടല്ലോ, രാത്രി എന്തൊരു ചിരി ഇരിച്ചത് അറിയും കാണുമ്പോണ്ടല്ലോ. അമ്മയ്ക്ക് വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ നോക്കണോക്കി, അതൊക്കെ എങ്ങനെയാ അമ്മേ? അതെന്താ തോറ്റി പോലെ അങ്ങ് പോയിക്കണേ. അമ്മ ഈറ്റ പായസം കൊണ്ടുവന്നിട്ടുണ്ടാവും, സഞ്ചിയിൽ എന്തൊക്കെയോ ഉണ്ട്. പായസം കൊണ്ടുവന്നില്ലേ? എടുക്കെടുക്ക്, പായസം കൊണ്ടുവന്നമ്മ. എടുക്കെടുക്ക്. എങ്ങനെയില്ലമ്മ, തെങ്ങിൻ തോട്ടത്ത് ഇങ്ങനെ എമ്മ ആയിട്ട് അറിയോ? തോറ്റി പോലെ പോയിക്കണേ. പറയാ പായസം കൊണ്ടുവന്നോ? നോക്കിയോക്ക് എവിടെ പായസം. പറഞ്ഞ ഇതാണ് പായസം. ആഹാ, നല്ല അരിപ്പായസം. ഒന്നോട്ടെ, പായസം എന്ന് പറഞ്ഞാൽ ഇതാണ് പായസം. നല്ല പാൽപ്പായസം. ഇതൊക്കെ രാവിലെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന പായസം നിന്നതിൻ്റെ സുഖം ഉണ്ടല്ലോ, വേറെ പായസം ഈ കുടിച്ചാലും കിട്ടൂല. ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റിട്ടുണ്ടല്ലോ, തീരെ തണുപ്പില്ല. ഞാൻ ഷർട്ട് ഇടാതെ കടന്നത്, ഷർട്ട് ഇടാതെ എണീറ്റേ. തീരെ തണുപ്പില്ല വെച്ചാൽ തീരെ തണുപ്പില്ല. രാവിലെ തണുപ്പ് പറഞ്ഞ സാധനമില്ല. പിന്നെ തെങ്ങിൻ തോട്ടത്ത് 6 മണി കഴിഞ്ഞിട്ട് 6 മണീൻ്റെ മുന്നേയും ഒരു തുള്ളി കോടല്ല, മഞ്ഞൊന്നുമില്ല. അത്രയ്ക്കും ചൂടാണ്. ഉച്ചയ്ക്ക് പറഞ്ഞാൽ കടന്ന് പൊള്ളും. ഞാൻ രാവിലെ എണീക്കുമ്പോൾ വ്ളോഗ് ഇടുമ്പോഴൊക്കെ എൻ്റെ മുടിയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല സ്റ്റൈലിൽ ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിട്ട് വ്ളോഗ് ഇടണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ ഒന്നും നടക്കില്ല, എത്ര ചെല്ലിച്ചിട്ടും കാര്യമില്ല. മുടി ഇതേ രീതി തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, മുടീൻ്റെ രീതി മാറ്റണം. എന്നാലേ മുടി നല്ലോണം നിൽക്കുമെന്ന്. അല്ലാതെ ഈ കോലത്തിൽ മുടി ഒന്നും നിൽക്കണില്ല, പൊക്കി വെച്ചിട്ട് പൊന്തിക്കണില്ല. നേർക്ക് വെച്ചാൽ അതോ ഒരു സൈഡിൽ തന്നെ ചെരിഞ്ഞ് അങ്ങോട്ട് പോവുക. ഇവളെ മുടിയൊക്കെ നോക്ക്. ഇവളെ മുടിയാണ് മുടി. ഏത് മുടി അറിയോ? ഇരുമ്പിന്റെ പ്ലേറ്റ് വേഗം ചകിരി, ഇരുമ്പിന്റെ അലുമിനിയത്തിന്റെ ചകിരിയില്ലേ, അതേ ഓരോടെ മുടി. എന്റെ നീണ്ടിട്ട് ഒരുമാതിരി കോലായി കിടക്കുക. ഇവിടെ നോക്ക്, ചുരുണ്ട മുടി. നീണ്ട മുടിയുള്ളവരൊക്കെ ചുരുണ്ട മുടി ആവാൻ പ്രാർത്ഥിക്കും. ചുരുണ്ട മുടി ആയവരെ മുടിയോ നീണ്ട മുടി ആവാൻ പ്രാർത്ഥിക്കും. ഒക്കെ അങ്ങോട്ട് വല്ല തലയിൽ നടക്കുക. ചുരുളമുടി ഇഷ്ടമെങ്കിൽ അവള് ചുരുളമുടിയിലായിക്കോട്ടെ. നിന്റെ ചുരുളമുടിയാന്ന് എനിക്ക് അറിയാം. ഇവിടെ ചുരുളമുടിയാണല്ലോന്ന് എന്റെ അടുത്ത്. എനിക്കെന്താ കണ്ടൂടെ അവളെ ചുരുളമുടിയാണ്. എന്റെ നല്ല നീണ്ട മുടിയാണോ, നല്ല നീണ്ട മുടി. ഇപ്പൊ സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. 4 മണി കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. രാവിലെ തൊട്ട് ഇത്രയും നേരം ഞാൻ അകത്തിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ നോക്കുക. വല്ല എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം എഡിറ്റ് ചെയ്യാന്ന് പറയണേ. അങ്ങനെ ഫൈനലി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സന്തോഷമുണ്ട്. കുറേ എണ്ണം അപ്ലോഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുക, ഇപ്പോൾ കുളിക്കണോ അത് രാത്രി കുളിക്കണോ എന്ന്. അത് മാത്രമല്ല നല്ല തണലും, അത് മാത്രമല്ല നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഈവനിങ് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ എന്ത് രസമാണ്, നല്ല തണുത്ത കാറ്റ്. അത് മാത്രമല്ല ചൂടുണ്ട്. അത് മാത്രമല്ല ചൂടിൻ്റെ ഒപ്പം നല്ല തണുത്ത കാറ്റ്, നല്ല സൂര്യൻ്റെ വെളിച്ചം, കിളികളുടെ സൗണ്ടുകൾ, എന്താ ഇപ്പോൾ പറയുക. അതേപോലത്തെ സൺസെറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം. അടിപൊളിയായിട്ട് കാണും സൺസെറ്റൊക്കെ. ആഹാ, ഏതാ നോക്ക്. ഈ കൂന് കറി വെക്കാനാണോ അതോ കൈപ്പക്കുപ്പേരി? നല്ല കൂന് കറി. കറി വെക്കാനല്ലേ. എനിക്കിപ്പോൾ കിടന്നുറങ്ങണമെന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ കിടന്നുറങ്ങിയാൽ രാത്രി കുറേ നേരം വൈകിട്ടായിരിക്കും കിടന്നുറങ്ങുക. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യുക, നടക്കാൻ പോകണമെന്നുണ്ട്. ഒരാളവിടെ കിടന്നുറങ്ങുന്നു കണ്ടോ, ഒരാളെ ഉറങ്ങാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പോകണല്ലോ, ഒരു ചടപ്പ് പോലെ തോന്നുന്നു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ ആകെ ബോറടി എല്ലാം അങ്ങോട്ട് മാറിയിട്ടോ. ഇപ്പം ഞാൻ ഫുൾ ആക്റ്റീവായിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ നല്ല ചൂടുള്ളപ്പോൾ വെച്ചാൽ പൊതുവെ ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടട്ടോ. ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചേ, എന്നിട്ടും അധികം തണുപ്പൊന്നുമില്ല. ബോറടി വല്ലതും മാറിയിട്ട് ഫുൾ ആക്റ്റീവാണ് ഞാൻ. അപ്പോൾ ഇനിയും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കക്കിരിക്കേൻ്റെ പീസ് എടുത്തിട്ടുണ്ട്.
ഫൈനലി ഗൈസ് ഞാൻ ഫുഡ് എടുത്തുകൊണ്ടതുണ്ട്. നല്ല കൂൺ കറി ഉണ്ട് കേട്ടോ. കൂൺ കറി തിന്നിട്ട് എത്ര കാലം കഴിഞ്ഞെന്നറിയോ? ഈ കൂന് കഴിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞറിയോ? ഇത് മറ്റേ ഉണ്ടോണ്ടോ ഒരു കൂനില്ലേ, ഉണ്ടോണ്ടോ കൂന്. ആ കൂനിന്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് എഡിറ്റ് ചെയ്യട്ടെ. ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഇതായിക്കണെന്ന് തോന്നണ്. എനിക്കതിനെ ഫീൽ ആവുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഈ റൂമിൽ കയറി ഇരിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വെച്ചാൽ ഇത് വ്ളോഗിനെ പറ്റി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കലായിരുന്നു പരിപാടി. പിന്നെ അധികം വ്ളോഗ് എടുക്കൽ നടന്നില്ല. അപ്പോൾ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. വ്ളോഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതിൽ പറ്റാത്തത് വെച്ചാൽ വ്ളോഗ് നല്ല കണ്ടന്റ് അല്ല, നല്ല രീതിക്ക് ആക്കാൻ പറ്റാത്തതിൽ ഐ എം റിയലി സോറി. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.